പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക ചുമതല എൻ ശക്തന് നൽകി. നിലവിൽ KPCC വൈസ് പ്രസിഡന്റാണ് ശക്തൻ. അദ്ദേഹത്തെ വിരട്ടുന്നതിന് വേണ്ടി വല്ലതും പറഞ്ഞിരിക്കും. അതിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പടങ്ങി നിന്നാൽ നമ്മൾ ഒരിടത്തും എത്തില്ല, അതുകൊണ്ട് നിങ്ങൾ യോജിച്ചു പോകണം, നമ്മുടെ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിച്ചു പോയി എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ഈ പ്രവർത്തനം ശക്തമാക്കുന്നതിനും അഭിപ്രായ വ്യത്യാസം മറന്നുകൊണ്ട് സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുക സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ല. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. PR പ്രവീണ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രവീണ, വലിയ ക്ഷീണമുണ്ടാക്കി ആ ഫോൺ സംഭാഷണം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തൊക്കെയാണ് അതിനെ മറയ്ക്കുവാൻ, അതിനെ പരിഹരിക്കുവാനായി കോൺഗ്രസിൽ നടക്കുന്ന ശ്രമങ്ങൾ ഇപ്പോൾ? ഇപ്പോൾ ശക്തൻ പറഞ്ഞു വെച്ചപ്പം തന്നെ തുടങ്ങിയാൽ ചില കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഉപയോഗിക്കേണ്ടുന്ന വാക്കുകൾ നമ്മൾ ഇന്നലെ കേട്ടതാണ്. എടുക്കാച്ചരക്ക് കോൺഗ്രസിന്റെ മുഖം വികൃതമായി പാർട്ടി 3-ാം സ്ഥാനത്ത് തന്നെ തുടരേണ്ട അവസ്ഥയാണ്. BJP-യിലേക്ക് പ്രവർത്തകർ പോകുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ പ്രത്യേകിച്ചും വെട്ടിലാക്കി. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന കോൺഗ്രസിന് ഇതൊരു വലിയ തിരിച്ചടി ആയിപ്പോയി എന്ന് വേണം പറയാൻ. അതുകൊണ്ടുകൂടിയാണ് അടിയന്തരമായി രാജി ചോദിച്ചു വാങ്ങി അപ്പോൾ തന്നെ അംഗീകരിച്ച് ഇന്ന് രാവിലെയോടുകൂടി ചുമതല മുതിർന്ന നേതാവ് എൻ ശക്തന് കൈമാറുകയും ചെയ്തത്. ശക്തന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി നിലവിൽ DCCയിൽ അകന്നു നിൽക്കുന്ന പല പല ഗ്രൂപ്പുകളുണ്ട്. അത് പഴയ ഗ്രൂപ്പുകളല്ല, നേതാക്കളുടെ പേരിലുള്ള കുറച്ച് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ ഗ്രൂപ്പുകളെ എല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാലോട് രവി നടപടിയെടുത്ത് പുറത്താക്കിയ കുറച്ചധികം നേതാക്കളുണ്ട്. ഇവരെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാകുമോ എന്നുള്ള കാര്യവും പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പുതിയ ചുമതല നൽകിയ എൻ ശക്തന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. ശക്തൻ അതിൽ എത്രത്തോളം ശക്തനാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. എന്തായാലും അടുത്ത മാസം ആദ്യ വാരത്തോടെ പുതിയ DCC അധ്യക്ഷൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്നും.